സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന പരിപാടികളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. Let's celebrate and enjoy. കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ജില്ലയായ ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലയിൽ എളവള്ളി ഗ്രാമപഞ്ചായത്തിലാണ് ചിറ്റാറ്റുകര സെൻറ്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. ആൺകുട്ടികളും പെൺകുട്ടികളുമായി 1 മുതൽ 10 വരെ ക്ലാസ്സുകളിൽ 1600ഓളം വിദ്യാർത്ഥികൾ ഈ സ്ഥാപനത്തിൽ പഠിച്ചു വരുന്നു. പാഠ്യേതര പഠനാനുബന്ധ മേഖലകൾ തുല്യ പ്രാധാന്യത്തോടെ ഇവിടെ നിന്ന് നൽകുന്നു എന്നുള്ളതുകൊണ്ട് പുതിയ പാഠ്യപദ്ധതി അനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഈ സ്ഥാപനത്തിൽ കുട്ടികൾക്ക് നൽകാനായി നമുക്ക് സാധിക്കുന്നുണ്ട്. സമൂഹത്തിൻ്റെ സമസ്ത മേഖലകളിലും ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ മികവ് പുലർത്തുന്നു എന്നുള്ളത് കാലം നമുക്ക് നൽകുന്ന അംഗീകാരമായി ഞങ്ങൾ കാണുകയാണ്. ഓൾറൗണ്ട് ഡെവലപ്മെൻറ്റ് ആണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുക. സമ്പൂർണ്ണ വ്യക്തിത്വ വികാസത്തിന് സെൻറ്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂൾ എന്നും പ്രതിജ്ഞാബദ്ധമാണ്. സർക്കാർ നിഷ്കർഷിക്കുന്ന ഫീസുകൾ മിതമായ നിരക്കിൽ കളക്ട് ചെയ്തുകൊണ്ട് സാധാരണക്കാരായ ആളുകൾക്ക് ഏറ്റവും മികച്ച രീതിയിലുള്ള വിദ്യ പ്രദാനം ചെയ്യുന്നതിന് ഈ സരസ്വതി ക്ഷേത്രം പ്രതിജ്ഞാബദ്ധമാണ്. ജില്ലയിലെ തന്നെ മികച്ച ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് യൂണിറ്റുകൾ ഈ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നു. നിരവധി പേർ രാജ്യ പുരസ്കാർ, രാഷ്ട്രപതി ബഹുമതികൾ കരസ്ഥമാക്കിക്കൊണ്ടാണ് ഈ സ്ഥാപനത്തിൽ നിന്നും പടിയിറങ്ങുന്നത്. വിദ്യാഭ്യാസത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമായ സമ്പൂർണ്ണ വ്യക്തിത്വ വികാസത്തിന് ഈ സ്കൂൾ എന്നും എപ്പോഴും മുൻപിലാണ്. അതുകൊണ്ട് തന്നെ സമീപ പ്രദേശങ്ങളിൽ നിന്നും നിരവധി ആളുകൾ വളരെ അകലെ നിന്നായാൽ പോലും ഈ വിദ്യാലയത്തിൽ നിന്നും വിദ്യാഭ്യാസം നേടുന്നതിനു വേണ്ടി അവരുടെ മക്കളെ ഈ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നു. ചിറ്റാറ്റുകര സെൻറ്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനത്തോടെ പറയാവുന്ന ഒരു കാര്യം സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാനായി ഇവിടുത്തെ മുഴുവൻ ആളുകൾക്കും കഴിയുന്നു എന്നുള്ളതാണ്. വിദ്യാർത്ഥികളായാലും സ്റ്റാഫ് അംഗങ്ങളായാലും സമൂഹത്തോട് ഒപ്പം നിന്നുകൊണ്ട് സമൂഹത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കാൻ കഴിയുന്നു എന്നുള്ളത് വളരെ അഭിമാനപൂർവ്വം ഞങ്ങൾ എടുത്തു പറയുകയാണ്. മികവിന് നിരവധി സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലുള്ള നിരവധി അവാർഡുകൾ നമ്മുടെ ഈ വിദ്യാലയത്തിന് ലഭിച്ചിട്ടുണ്ട്. റവന്യൂ ജില്ലാതലത്തിലും വിദ്യാഭ്യാസ ജില്ലാതലത്തിലുമൊക്കെ നിരവധി വർഷങ്ങളായി നമുക്ക് ലഭിച്ചിരിക്കുന്ന അംഗീകാരങ്ങൾ ഈ സ്ഥാപനത്തിൻ്റെ അംഗീകാരമായി തന്നെ ഞങ്ങൾ പൊതുജന സമക്ഷം സമർപ്പിക്കുകയാണ്. മുൻ വർഷങ്ങളിൽ സ്കൂൾ ഏറ്റെടുത്ത് നടപ്പിലാക്കിയ ഊർജ സംരക്ഷിത ഗ്രാമം എന്ന പദ്ധതി ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ്. എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രദേശത്ത് വിവിധ സർവേകളിലൂടെ നടപ്പിലാക്കിയ ഈ പദ്ധതി പ്രകാരം
ഏകദേശം 60,000 യൂണിറ്റ് വൈദ്യുതി മിച്ചം വയ്ക്കാനായി കഴിഞ്ഞു എന്നുള്ളത് മാധ്യമങ്ങളും ലോകം മുഴുവനും ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. അതിൻ്റെ ഭാഗമായി തന്നെ സംസ്ഥാനം മുഴുവൻ ഇത് ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്നു. പ്രസ്തുത പരിപാടിയുടെ ഭാഗമായി നമ്മുടെ സ്കൂളിനെ പ്രത്യേകം അനുമോദിച്ചുകൊണ്ട് ബെസ്റ്റ് എനർജി സ്മാർട്ട് സ്കൂളായി നമ്മുടെ സ്കൂളിനെ തിരഞ്ഞെടുത്തു എന്നുള്ള വിവരം സന്തോഷപൂർവ്വം ഓർമ്മിപ്പിക്കാൻ ഈ അവസരം ഞാൻ പ്രയോജനപ്പെടുത്തുന്നു. അതിനുള്ള അവാർഡ് നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിൽ നിന്ന് തന്നെ നമ്മുടെ സ്കൂൾ അധികൃതർക്ക് ഏറ്റുവാങ്ങാൻ സാധിച്ചു എന്നുള്ളത് ഏറ്റവും വലിയ അംഗീകാരമായി ഞങ്ങൾ ഇന്നും കാണുന്നു. എളവള്ളി ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ അവിടുത്തെ ജനപ്രതിനിധികൾ, ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ മുഴുവൻ രക്ഷിതാക്കൾ, ഈ നാട്ടുകാർ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ടുള്ള നിരവധി പരിശ്രമങ്ങൾ നമ്മുടെ ഈ വിദ്യാലയത്തിൻ്റെ ലാബിൽ നടക്കുന്നു എന്നുള്ളത് ഈ വിദ്യാലയത്തിനുള്ള ഒരു അംഗീകാരമായി ഞങ്ങൾ കാണുകയാണ്. മികച്ച പരിസ്ഥിതി പ്രവർത്തനം നടത്തുന്ന സ്കൂളിന് കേരളത്തിലെ മികച്ച വ്യവസായ ഗ്രൂപ്പായ വണ്ടർല നൽകുന്ന പുരസ്കാരം ഈ സ്കൂളിന് ലഭിക്കുകയുണ്ടായി. ഈ 2013-14 അധ്യയന വർഷത്തിൽ സ്കൂൾ പ്രധാനമായും സാമൂഹ്യ പ്രതിബദ്ധതയാർന്ന നിരവധി കർമ്മപരിപാടികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിൽ എടുത്തു പറയാവുന്ന ചില പരിപാടികൾ, ഒന്ന് മഴപ്പൊലിമ എന്ന പദ്ധതിയാണ്. മഴപ്പൊലിമ എന്ന പദ്ധതിയിലൂടെ കുടിവെള്ളക്ഷാമം നേരിടുന്ന ഈ പ്രദേശത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നിരവധി കർമ്മപരിപാടികൾ ഇവിടുത്തെ ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഈ പ്രദേശവും ഒന്നാകെയുള്ള ഒരു കൂട്ടായ ശ്രമത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്ലാസ്റ്റിക് വിമുക്ത ഗ്രാമം എന്ന പദ്ധതി ചിറ്റാറ്റുകര സെൻറ്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂൾ അഭിമാനപൂർവ്വം ഈ 2013-14 അധ്യയന വർഷത്തിൽ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. പൈതൃകം പദ്ധതി ഇവിടെ എടുത്തു പറയാവുന്ന മറ്റൊരു സവിശേഷതയാണ്. നമുക്കറിയാം, സമൂഹത്തിൽ പ്രായമേറെ ചെന്ന നിരവധി ആളുകളെ നമുക്കിന്ന് കാണാം. അവർക്ക് മറ്റുള്ളവരുമായി സംവദിക്കാനോ കൂടിയാലോചിക്കാനോ ഒന്നും കഴിയാതെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നും ഒറ്റപ്പെട്ടു നിൽക്കുന്ന അവരെ സംബന്ധിച്ചിടത്തോളം ആ ആളുകളെ കണ്ടെത്തിക്കൊണ്ട് അവരുമായി സംവദിച്ചുകൊണ്ട് അവരുടേതായ അനുഭവങ്ങൾ പുതിയ തലമുറയ്ക്ക് നൽകണം എന്ന ഒരു ലക്ഷ്യത്തോടെയാണ് പൈതൃകം എന്ന പദ്ധതി നമ്മുടെ സ്കൂളിൽ നടപ്പിലാക്കിയത്. ചിറ്റാറ്റുകര സെൻറ്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ മേഖലയിൽ അദ്വിതീയമായ ഒരു സ്ഥാനം ലഭിച്ചുകൊണ്ടിരിക്കുന്നതിന് വേണ്ടി ഇവിടെ നിന്ന് പ്രവർത്തിച്ചു വരുന്ന എല്ലാ മേഖലയിലും പെടുന്ന ആളുകൾ എപ്പോഴും ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നു എന്ന ആ സന്തോഷ വർത്തമാനം ഈ അവസരത്തിൽ പങ്കുവയ്ക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ബെസ്റ്റ് PTA അവാർഡ് കഴിഞ്ഞ 3 വർഷങ്ങളിലായി വിദ്യാഭ്യാസ ജില്ലാതലത്തിലും റവന്യൂ ജില്ലാതലത്തിലും നമ്മുടെ സ്കൂളിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ജില്ലയിലെ തന്നെ ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് യൂണിറ്റ് ഈ സ്കൂളിലാണ് എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് അങ്ങേയറ്റത്തെ അഭിമാനമുണ്ട്. നല്ല മണ്ണിൽ പാകിയ വിത്ത്, നൂറുമേനി ബലം നൽകിയ വിധക്കാരന്റെ ഉപമ നിങ്ങൾക്കോർമ്മയില്ലേ? സുമനസ്സുകളിലെ നല്ല ചിന്തകളുടെയും പ്രവൃത്തികളുടെയും വേരോടുകയുള്ളൂ. ദൃശ്യാവിഷ്കരണത്തിലൂടെ ഈ സച്ചിന്ത നമ്മുടെ മനസ്സുകളിലേക്ക് എത്തിക്കുന്നു നീനു പീറ്ററും ടീം അംഗങ്ങളും. ദൈവം ഓരോ മനുഷ്യനിലും ഒരു വിത്ത് നിക്ഷേപിച്ചിട്ടുണ്ട്. തൻ്റെ ഛായയും സാദൃശ്യവുമാകുന്ന വിത്ത്. അതിനെ കണ്ടെത്താൻ, വളർത്തിയെടുക്കാൻ നമ്മെ പ്രചോദിപ്പിക്കുന്നതാണ് ഈ അവതരണം. അലസതയിലും പ്രലോഭനങ്ങളിലും അടിമപ്പെടാതെ നിന്നിലെ വിത്തിനെ നൂറുമേനി ഫലമാക്കി മാറ്റാൻ ദൈവം തുണയ്ക്കട്ടെ. കേട്ടോ മാളോരെ, ഞാൻ വിതക്കാരൻ, വലിയ കർഷകന്റെ വിതക്കാരൻ. കേട്ടോ മാളോരെ, ഞങ്ങൾ വിത്തുകൾ,
വലിയ കർഷകന്റെ വിത്തുകൾ. ഞാൻ വഴിയരികിൽ വീണുപോയ വിത്ത്. കഷ്ടം, എന്തു ചെയ്യാം? ഈ വിത്തെന്ന വിളി അവൻ മനസ്സിലാക്കിയില്ല. ഇതാ ദുഷ്ടന്മാർ വന്ന് എന്നെ കൊത്തിക്കൊണ്ടുപോകുന്നു. ഞാൻ പാറമേൽ വീണുപോയ വിത്ത്. കഷ്ടം, എന്തു ചെയ്യാം? പാറ എന്നെ സസന്തോഷം സ്വീകരിച്ചതാണ്. പക്ഷേ എന്നെ പ്രതി ക്ലേശവും പീഡയും ഉണ്ടായപ്പോൾ പാറയിലെ സൂര്യതാപം എന്നെ കരിച്ചു കളഞ്ഞു. ഞാൻ മുള്ളുകൾക്കിടയിൽ വീണ വിത്ത്. കഷ്ടം, എന്തു ചെയ്യാം? എന്നെ അവൻ ശ്രവിച്ചെങ്കിലും അവന്റെ ലൗകിക വ്യഗ്രതയും ധനത്തിന്റെ ആകർഷണവും എന്നെ ഞെരുക്കി ഫലശൂന്യമാക്കി കളഞ്ഞു. ഞാനോ നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ട വിത്ത്. ഞാൻ ചെന്ന് വീണ ഹൃദയം ഒരുക്കപ്പെട്ടതായിരുന്നു. അതെന്നെ ശ്രവിച്ചു, ഗ്രഹിച്ചു, അനുസരിച്ചു പ്രവർത്തിച്ചു. ആ ജീവിതം 30, 60, 100 മേനി ഫലം നൽകി. ഹോ, ഒരു വിത്തും വചനും. ഇന്ന് അവധി ദിവസം വെച്ചിട്ടാ നേരത്തെ തന്നെ അങ്ങോട്ട് പോന്ന്. അപ്പോഴാ ഓരോരോ പരിപാടി കൊണ്ട് വെക്കണതേ. ഇതാ ഇന്നത്തെ സമയവും കഴിഞ്ഞു. ട്യൂഷന് പോകേണ്ട സമയവും ആയി. ശരിയാടാ, ഒരു ദിവസം കളിച്ചില്ലെങ്കിൽ ഒരു വലിയ നിധി പോയ പോലെയാ. ദേടാ, നമ്മുടെ കണ്ടുപൊട്ടൻ ബിജോയ് വരുന്നു. നീ ഫുട്ബോൾ കളിക്കാനാണോ? അല്ല, എൻ്റെ ചേച്ചിയുടെ ഡാൻസ് കാണാൻ വന്നതാ ഞാൻ. കണ്ണിന് കാഴ്ചയില്ലെങ്കിലും കാണാനുള്ള കൊതി കൊണ്ട് വന്നതാ. അതെ, അത് കാണാൻ രസിക്കാനൊക്കെ ഒരു ഭാഗ്യം വേണടാ, ഭാഗ്യം. അത് നിനക്ക് വിധിച്ചിട്ടില്ല. കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും എത്ര ഭാഗ്യം ചെയ്തവരാണെന്നോ. നിങ്ങളുടെ നാടിനെ, വീടിനെ, അപ്പനെ, അമ്മയെ ഒക്കെ കാണാൻ കഴിയുന്ന ഭാഗ്യവാന്മാർ. കൂട്ടുകാരനെ കണ്ണുപൊട്ട എന്ന് വിളിച്ച് കളിയാക്കുകയാ. നിങ്ങളുടെ കൂടെ ഓടിച്ചാടി കളിക്കാനും പന്ത് തട്ടാനും സിനിമ കാണാനും ഒക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. എന്തിനു തന്നു ദൈവമേ ഈ ജന്മം? എടുത്തുകൂടെ അങ്ങോട്ട്? നാട്ടുകാർക്കും വീട്ടുകാർക്കും
ഒക്കെ ഭാരമായിട്ട് എൻ്റെ ഉള്ളിലെ വേദന എനിക്ക് താങ്ങാൻ പറ്റുന്നില്ലല്ലോ ദൈവമേ. സ്വപ്നം ത്യജിച്ചാൽ സ്വർഗം ലഭിക്കും, ദുഃഖം മറന്നാൽ ശാന്തി ലഭിക്കും. സ്വപ്നം ത്യജിച്ചാൽ സ്വർഗം ലഭിക്കും, ദുഃഖം മറന്നാൽ ശാന്തി ലഭിക്കും. മനസ്സേ കരയരുതേ, മനസ്സേ കരയരുതേ, കണ്ണീരിലലിഞ്ഞു ഞാൻ പാട്ടുപാടാം, ഞാൻ കണ്ണീരിലലിഞ്ഞു ഞാൻ പാട്ടുപാടാം. എടാ ബിജോ, നിനക്ക് ഇത്രയും വിഷമമുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. അല്ലെങ്കിലും ഉള്ളവർക്ക് ഇല്ലാത്തവന്റെ വേദന അറിയില്ലല്ലോ. ശരിയാണ്. ഇനി മുതൽ ഞങ്ങൾ നിന്നെ കളിയാക്കുകയില്ല. എന്നും ഞങ്ങൾ നിന്റെ ഒരു കൂട്ടുകാരനായിരിക്കും. ഏത് ആപത്തിലും ഞങ്ങൾ നിന്നെ സഹായിക്കും. ഞങ്ങളുടെ അകക്കണ്ണ് തുറപ്പിച്ചത് ബിജോയുടെ സങ്കടമാണ്. ഞങ്ങൾ ഇതുവരെ അന്ധകാരത്തിലായിരുന്നു. എന്നാൽ ബിജോന്റെ ദുഃഖങ്ങൾ ഞങ്ങളെ പ്രകാശത്തിലേക്ക് നയിച്ചു. എത്രയോ പേർ നമ്മുടെ സമൂഹത്തിൽ തീരാ ദുഃഖവുമായി ജീവിക്കുന്നു. ഇനി ഞങ്ങൾ അവരെ സഹായിക്കും, തീർച്ച. ദൈവവീണി വിത്തുകളെ ഞങ്ങൾ പാഴാക്കില്ല, നൂറുമേനി നന്മകൾ ചെയ്തു വളർന്നിടും ഞങ്ങൾ. ദൈവവീണി വിത്തുകളെ ഞങ്ങൾ പാഴാക്കില്ല, നൂറുമേനി നന്മകൾ ചെയ്തു വളർന്നിടും ഞങ്ങൾ. ദൈവവീണി വിത്തുകളെ ഞങ്ങൾ പാഴാക്കില്ല, നൂറുമേനി നന്മകൾ ചെയ്തു വളർന്നിടും ഞങ്ങൾ. ദൈവവിളി വിത്തുകളെ ഞങ്ങൾ പാഴാക്കില്ല, നൂറുമേനി നന്മകൾ ചെയ്തു വളർന്നിടും ഞങ്ങൾ. ഈശോയുടെ ആത്മീയ ജീവനിൽ ലയിച്ചു ചേരുവാൻ കൊതിച്ചുകൊണ്ട് ഞങ്ങളുടെ കൊച്ചു കൂട്ടുകാരി അലീന. ഈശോ നീ എൻ ജീവനിൽ നിറയണം, നാദാ നീ എന്നുള്ളിലെ സ്വരമല്ലോ, ആത്മാവിലെ ചെറുപുൽക്കൂട്ടിൽ കാണുന്നു നിൻ തിരുരൂപം, ഞാൻ കനിവോലുമാരൂപം. ആത്മാവിലെ ചെറുപുൽക്കൂട്ടിൽ കാണുന്നു നിൻ തിരുരൂപം, ഞാൻ കനിവോലുമാരൂപം. ഈശോ നീ എൻ ജീവനിൽ നിറയണം, നാദാ നീ എന്നുള്ളിലെ സ്വരമല്ലോ, തുളുമ്പുമിൻ കണ്ണീർ കായൽ തുഴഞ്ഞു ഞാൻ വന്നു, അനന്തമാം ജീവിതഭാരം ചുമന്നു ഞാൻ നിന്നു. തുളുമ്പുമിൻ കണ്ണീർ കായൽ തുഴഞ്ഞു ഞാൻ വന്നു, അനന്തമാം ജീവിതഭാരം ചുമന്നു ഞാൻ നിന്നു. പാദം തളരുമ്പോൾ തണലിൽ മരമായി നീ, ഹൃദയം മുറിയുമ്പോൾ അമൃതിനുറവായി നീ. എന്നാളും ആശ്രയം നീ മാത്രം ഇന്നാദാ, തുടയ്ക്കുമിൻ കണ്ണീർ. ഈശോ നീ എൻ ജീവനിൽ നിറയണം, നാദാ നീ എന്നുള്ളിലെ സ്വരമല്ലോ. കിനാവിലെ സാമ്രാജ്യങ്ങൾ തകർന്നു വീഴുമ്പോൾ 1000 സാന്ത്വനമായി ഉയർത്തുമല്ലോ നീ. കിനാവിലെ സാമ്രാജ്യങ്ങൾ തകർന്നു വീഴുമ്പോൾ 1000 സാന്ത്വനമായി ഉയർത്തുമല്ലോ നീ. ഒരു പൂവിരിയുമ്പോൾ പൂന്തേൻ കിനിയുമ്പോൾ കാറ്റിൻ കുരലായി നീ എന്നെ
എന്നാദാ നമിപ്പു ഞാനെന്നും. ഈശോ നീ എൻ ജീവനിൽ നിറയണം. നാദാ നീ എന്നുള്ളിലെ സ്വരമല്ലോ. ആത്മാവിലെ ചെറുപുൽക്കൂട്ടിൽ കാണുന്നു നിൻ തിരുരൂപം ഞാൻ കനിവോലുമാരൂപം. ആത്മാവിലെ ചെറുപുൽക്കൂട്ടിൽ കാണുന്നു നിൻ തിരുരൂപം ഞാൻ കനിവോലുമാരൂപം. കേരളീയ തനിമ വിളിച്ചോതുന്ന തിരുവാതിരക്കളിക്ക് ഒരു ക്രിസ്ത്യൻ പരിവേഷം നൽകിക്കൊണ്ട് ഇതാ ശ്രീലക്ഷ്മിയും ടീം അംഗങ്ങളും. പിതാ പുത്ര പവിത്രാത്മനേ പ്രണാമം. പിതാ പുത്ര പവിത്രാത്മനേ പ്രണാമം. പിതാ പുത്ര
ജീവിക്കണം. ഇന്നത്തെ സർഗോത്സവം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തയാഴ്ച വീണ്ടും കാണുന്നതുവരെ കീപ് വാച്ച് ആൻഡ് ഗോഡ് ബ്ലെസ്.